ഞാൻ ഏറ്റവും അവസാനം മറ്റൊരു മാധ്യമത്തിൽ നിന്ന് സന്ദീപ് വാര്യരുടെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനം പറഞ്ഞത് ജനകീയ സമരത്തിൻ്റെ ഭാഗമാവാൻ കഴിയട്ടെ എന്നാണ്. അന്ന് അദ്ദേഹം BJP കാരനാണ്. ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിജയമാണ് തൃക്കരിപ്പൂരിൽ നിന്ന് സന്ദീപ് വാര്യർ നേടിയിരിക്കുന്നത്. അദ്ദേഹം വിജയിച്ചിരിക്കുകയാണ് പൊന്നാപുരം കോട്ടയിൽ നിന്ന്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു വിജയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യരുടെ വിജയമാണ്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? നമ്മൾ നേരത്തെയും പറഞ്ഞതാണ് അദ്ദേഹം ജയിക്കുമെന്ന്. അതായത് സന്ദീപ് വാര്യരുടെ വിജയം മാത്രമല്ല, സന്ദീപ് വാര്യർക്ക് തൊട്ടടുത്തുള്ള പയ്യന്നൂരിലെയും അതേപോലെ തളിപ്പറമ്പിലെയും 3 വിജയങ്ങളാണ് കേരളത്തിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വിജയം എന്ന് പറയുന്നത്. 3ഉം കണക്റ്റഡ് ഏരിയ ആണ്. പയ്യന്നൂർ എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ എക്കാലത്തെയും ശക്തി കേന്ദ്രമാണ്. തളിപ്പറമ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ സംസ്ഥാന സെക്രട്ടറിയുടെ സ്ഥലവും ഒരിക്കലും തോൽക്കാത്ത പാർട്ടി ഗ്രാമങ്ങളുള്ള സ്ഥലമാണ്. അതിനെ കണക്ട് ചെയ്ത സ്ഥലമാണ് തൃക്കരിപ്പൂർ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചെങ്കോട്ട എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ 60 വർഷമായിട്ട് ഇവിടെ CPM മാത്രമാണ് ജയിച്ചിട്ടുള്ളത്. എന്തിന് EMSഉം EK നായനാരും അടക്കമുള്ള നേതാക്കന്മാർ മത്സരിച്ച് ജയിച്ച സ്ഥലത്താണ് അദ്ദേഹം ഇപ്പോൾ ജയിച്ചിട്ടുള്ളത്. മുമ്പ് അദ്ദേഹം BJPയിൽ നിന്ന് മാറിയ ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ അറിയോ? ഞാൻ വർഗീയതയുടെ ചെളിക്കുണ്ടിൽ നിന്ന് ഇപ്പോൾ മതേതരത്തിൻ്റെ ശ്വാസം വലിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. എനിക്കിപ്പോൾ എന്തും തുറന്നു പറയാനുള്ള അവകാശം കിട്ടിയിരിക്കുന്നു, സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു എന്നോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടുള്ള അദ്ദേഹം പിന്നീട് കണ്ടത് കോൺഗ്രസിൻ്റെ ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സിന് വേണ്ടി പ്രതിരോധിക്കുന്ന ചാനൽ ചർച്ചയിലെ പ്രധാനപ്പെട്ട നായകനായി എല്ലാ ചാനലുകളും എത്തുന്നു. പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിലടക്കം അദ്ദേഹം തിളങ്ങി എന്നതാണ് സത്യം. റിപ്പോർട്ടർ ചാനലിൽ ആരും പോവാറില്ല, എന്നാൽ UDFിന് ആരും പോകാറ്. പക്ഷേ അദ്ദേഹം അവിടെ പോയിട്ട് പോലും ഫൈറ്റ് ചെയ്ത ഒരാളായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. മുമ്പ് BJPക്ക് വേണ്ടി ശക്തമായി പോരാടി ഇപ്പോൾ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഏറ്റവും ശ്രമിച്ചിട്ടുള്ള ആരാണ്? K. സുരേന്ദ്രനാണ്. K. സുരേന്ദ്രൻ്റെ സ്ഥിതി എന്താണെന്ന് കാസർഗോഡ് ജില്ലയിൽ നിന്ന് തന്നെ മത്സരിക്കേണ്ടി വന്നു. മഞ്ചേശ്വരത്ത് 20,000-ലധികം വോട്ടിനാണ് ദയനീയമായി പരാജയപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ സുരേന്ദ്രൻ ഒരു ലീഡ് ചെയ്ത് വന്നിരുന്നു. പക്ഷേ പിന്നീട് കണ്ടത് 20,000-ഓളം വോട്ടിൻ്റെ ദയനീയമായ പരാജയമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. എന്തുകൊണ്ടാണ് സുരേന്ദ്രൻ ഇത്രയും ദയനീയമായ പരാജയം കിട്ടിയത്? K. സുരേന്ദ്രൻ എന്ന് പറയുന്നത് BJPയെ വിറ്റ് പൈസയാക്കിയിട്ടുള്ള ആളാണ്. ആരെങ്കിലും BJPക്ക് ശക്തമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒതുക്കി ഇല്ലാതാക്കുന്ന ഒരു നേതാവായിരുന്നു. പിണറായി വിജയൻ്റെ ഒരു ആസനം താങ്ങി മാത്രമായിരുന്നു. ഇവിടെ പിണറായി വിജയൻ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയെന്ന് പറഞ്ഞ് ആദ്യമായി വെടിപൊട്ടിച്ചത് സുരേന്ദ്രനാണ്. ഈ സുരേന്ദ്രൻ തന്നെയാണ് ഡോളർ കടത്തിയിട്ടുണ്ട്, അതിൻ്റെ അകത്തും പിണറായി വിജയൻ കുടുംബസഹിതം കുടുങ്ങുമെന്ന് പറഞ്ഞത്. അദ്ദേഹം തന്നെയാണ് പിന്നീട് ലൈഫ് മിഷൻ തട്ടിപ്പിൻ്റെ കഥയും പുറത്തു പറഞ്ഞത്. ഇത്രയും കഥകൾ പറഞ്ഞ് സ്വാഭാവികമായിട്ട് നമ്മൾ കാണേണ്ട എന്നാ പിണറായി വിജയനകത്തവും മകളകത്തവും ഭാര്യയകത്തവും എന്നൊക്കെയാണ് നമ്മൾ കാണുക. പക്ഷേ പിന്നീട് കണ്ടത് K. സുരേന്ദ്രൻ്റെ കല്യാണത്തിന് യൂസഫ് അലിയും പിണറായി വിജയനും പങ്കെടുക്കുന്ന കാര്യമാണ് നമ്മൾ കണ്ടത്. അതെങ്ങനെയാണ് കാണാൻ കാരണം? യൂസഫ് അലിയുടെ കമ്പനിയിൽ പോലും K. സുരേന്ദ്രന് കോടികളുടെ നിക്ഷേപമുണ്ടെന്നുള്ള വാർത്തകളാണ് BJP വൃത്തങ്ങളിൽ നിന്ന് വന്നത്. അതോടൊപ്പം പിണറായി വിജയനായുള്ള ധാരണ പ്രകാരം അദ്ദേഹത്തിന് കിട്ടുന്ന ഓഹരിയിൽ ഒരു ഓഹരി സുരേന്ദ്രനും കിട്ടിയിട്ടുണ്ട്, അതേപോലെ V. മുരളീധരനും കിട്ടിയിട്ടുണ്ടെന്നുള്ള വാർത്തകളും പുറത്തു വന്നു. അതൊക്കെ നമ്മൾ BJP വൃത്തങ്ങളിൽ വന്ന വാർത്തകൾ, അത് ശരിയാണെന്നുള്ള തെളിയിക്കുന്ന കാര്യമാണ് പിന്നീട് നടന്നത്. അദ്ദേഹം പിന്നീട് പിണറായി വിജയനെ പിരിമിണ്ടാറുണ്ടോ? ഇല്ല. പിണറായി വിജയനെ പറ്റി വാതോരാതെ ഫൈറ്റ് ചെയ്തിരുന്ന K. സുരേന്ദ്രൻ, പിണറായി വിജയൻ, K. സുരേന്ദ്രൻ, V. മുരളീധരൻ ഒരു അച്ചുതണ്ടാണ് കേരളം ഭരിച്ചത് എന്നുള്ള രൂപത്തിലേക്ക് കാര്യം വന്നു. BJPക്ക് എന്താ നേട്ടം കിട്ടിയത്? BJPക്ക് ആനമുട്ട അതിനത് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ റിയാക്ഷനാണ് അവിടുത്തെ BJP പ്രവർത്തകർ ആർക്ക് കൊടുത്തത്? നമ്മുടെ K. സുരേന്ദ്രന് കൊടുത്തത്. തിരിച്ചിട്ട് ഇവിടെ തൃക്കരിപ്പൂർ ഒരു തരത്തിലും ജയിക്കില്ല എന്ന് വിധി എഴുതിയിട്ടുള്ള CPMൻ്റെ ശക്തി കോട്ടയായ, അവരൊറ്റയ്ക്ക് നിന്നാൽ 10,000-20,000 വോട്ടിന് ജയിക്കുമെന്ന് ഉറപ്പുള്ള തൃക്കരിപ്പൂരിൽ പാർട്ടി ഗ്രാമങ്ങൾ കൊണ്ട് ആർക്കും അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റാത്ത ചീമേനി പോലുള്ള സ്ഥലങ്ങളുള്ള അവിടെ ഇപ്രാവശ്യം വാൻ അട്ടിമറി നടന്നിരിക്കുന്നു. അത് തൃക്കരിപ്പൂരിൽ ഇറങ്ങിയ മുതൽ ഈ സന്ദീപ് വാര്യർക്ക് അവിടുത്തെ ജനങ്ങൾ കൊടുത്ത വരവേൽപ്പ് സത്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, VD സതീശൻ പുതുയുഗ യാത്ര ചെയ്തപ്പോൾ തൃക്കരിപ്പൂർ എത്തിയപ്പോൾ 10,000-ങ്ങളാണ് ഒഴുകിയെത്തിയത്. അപ്പോൾ ആ പുതുയുഗ യാത്ര തുടങ്ങി ഇങ്ങോട്ട് തൃക്കരിപ്പൂർ ഒരു മാറ്റത്തിൻ്റെ കാറ്റ് വരാൻ തുടങ്ങിയിരുന്നു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ അടിയാണ് ഏറ്റവും ശക്തനായ BJPയിലെ ഒരാളെ കോൺഗ്രസ്സിലെത്തുകയും കോൺഗ്രസിൻ്റെ ഏറ്റവും മുന്നണി പോരാളിയായി മാറുകയും അദ്ദേഹത്തെ തോളിലേറ്റി അവിടെയുള്ള ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യമാണ്
ഇത് വിജയത്തിന് കാരണം. മറ്റൊന്ന് മലബാർ മേഖലയിലെ ഷാഫി ഫാക്ടറും അത് ഒരു ഷാഫിയും ഫാക്ടറിനും ഉപരിയായിട്ട് തൃക്കരിപ്പൂരിലെയും പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും CPM-നുള്ളിൽ ഉണ്ടായിട്ടുള്ള കൊടുങ്കാറ്റ്, ആ കൊടുങ്കാറ്റ് ഇവിടേക്ക് മാഞ്ഞു വീശി സാധാരണ CPM പ്രവർത്തകർ മാറി ചിന്തിച്ചു എന്നുള്ളതും കൂടി പ്രധാനപ്പെട്ട ഘടകം. പല ഘടകങ്ങളുണ്ട്. ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ചതുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭരണവിരുദ്ധ വികാരമുണ്ട്, പിണറായി വിരുദ്ധ വികാരമുണ്ട്, അതേപോലെ ശബരിമല വിവാദമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ എല്ലാം ഏറ്റവും അവിടേക്ക് മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് ഈ CPM-നുള്ളിൽ പയ്യന്നൂരിലും അതേപോലെ തളിപ്പറമ്പിലും ഉണ്ടായിട്ടുള്ള വലിയൊരു കൊടുങ്കാറ്റ്, അവിടെ പാർട്ടിക്കുള്ളിലുണ്ടായ വലിയ ഭിന്നിപ്പ്. ഞാൻ അദ്ദേഹമായി ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് പയ്യന്നൂരിലെയും അതേപോലെ ഇവിടെയും അതായത് തളിപ്പറമ്പിലും ഉണ്ടായിട്ടുള്ള CPM-നുണ്ടായിട്ടുള്ള വലിയ തലത്തിലുള്ള അടിയൊഴുക്ക് തൃക്കരിപ്പൂരിലേക്കും ബാധിക്കുമെന്നാണ്. അത് 100% സത്യമാണെന്നാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വിജയം കൊണ്ട് നമ്മൾ കാണുന്നത്. അതായത് നിസ്സാരപ്പെട്ട വിജയമല്ല, 60 വർഷത്തിന് ശേഷമാണ് UDF അവിടെ ഇപ്പോൾ ജയിക്കുന്നത്. 60 വർഷത്തിന് ശേഷം. അതായത് കേരളത്തിലെ BJP പ്രവർത്തകർ ഓരോരുത്തരും തോറ്റു തൊപ്പിയിട്ടപ്പോൾ കെ മുരളീധരനും വി മുരളീധരനും കെ സുരേന്ദ്രനും അതേപോലുള്ള ആളുകളെല്ലാം തോറ്റു തൊപ്പിയിട്ടപ്പോൾ ഇവിടെ അദ്ദേഹം വിജയിച്ചു. ഇവിടെ ഏറ്റവും അധികം ശോഭാ സുരേന്ദ്രൻ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. പാർട്ടിക്കുള്ളിൽ നിന്ന് നേതാക്കന്മാർ വെട്ടും. അവർ പാലക്കാട് അവർക്ക് 10,000 വോട്ട് അട്ടിമറിച്ചു പിഷാരടിക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ള വാർത്ത ഞാൻ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം കൃത്യമായി റിപ്പോർട്ട് ചെയ്തതാണ്. അത് സത്യമാണെന്ന് തെളിയിച്ചിരിക്കുക. പാലക്കാട് മുനിസിപ്പാലിറ്റി ഏരിയയിൽ 18,000, 15,000 to 17,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടേണ്ട സ്ഥലമായിരുന്നു പാലക്കാട് മുനിസിപ്പാലിറ്റി BJPക്ക്. എന്നാൽ അവിടെ വെറും 2,500-3,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കിട്ടിയത്. അതായത് ഏകദേശം 12,000 വോട്ടിൻ്റെ അടുത്ത് BJP അട്ടിമറിച്ച് ആർക്ക് കൊടുത്തു? പിഷാരടിക്ക് കൊടുത്തു. എന്നും BJP-ൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആളുകളെ, അതിന് കാരണം വി മുരളീധരൻ കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രൻ ജയിക്കരുതെന്ന് അവർ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യം. അവർ നേരത്തെ കോൺഗ്രസിൽ പോയിരുന്നെങ്കിൽ ഇന്നിപ്പം ഒരു മന്ത്രിയാവേണ്ട ഒരു കൃത്യമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുമായിരുന്നു. പക്ഷെ അതൊക്കെ അവർക്ക് ഒരു പാർട്ടിയോടുള്ള കൂറ് കൊണ്ടായിരിക്കാം വന്നത്. പക്ഷേ ഇപ്പോൾ അനുഭവത്തിൽ നിന്ന് പഠിച്ചില്ലേ? ഇതാണ് BJP കേരളത്തിൽ വളരില്ല എന്ന് പറയുന്നത്. കാരണം ഇവിടുത്തെ നേതാക്കന്മാർ പരസ്പരം കുതികാൽ വെട്ടിൻ്റെ ആൾക്കാരാണ്. അതിൽ ഏറ്റവും അധികം കുതികാൽ വെട്ടിന് ഇരയായിട്ടുള്ള ഒരു നേതാവാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യരുടെ വിജയം ഏറ്റവും അധികം തിരിച്ചടി കിട്ടുന്ന ആർക്കാണ്? കെ സുരേന്ദ്രനും BJPക്കുമാണ്. തൊട്ടപ്പുറത്താണല്ലോ കെ സുരേന്ദ്രൻ അതേ മണ്ഡലത്തിൽ ദയനീയമായി പരാജയപ്പെട്ടപ്പോൾ ഇവിടെ അദ്ദേഹം ഫൈറ്റ് ചെയ്ത് അവിടെ ആദ്യത്തെ വരവിൽ തന്നെ വിജയിച്ചു കയറി എന്നുള്ളതാണ്. ഇപ്പം സന്ദീപ് വാര്യരെ നിരന്തരം അദ്ദേഹം തൃക്കരിപ്പൂരിൽ നിന്നപ്പോൾ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല, സന്ദീപ് വാര്യരോട് കാണിച്ചത് വലിയ വഞ്ചനയാണ് UDF എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം സംഘപരിവാർ പ്രവർത്തകർ കളിയാക്കുന്നുണ്ടായിരുന്നു. അവർക്കും കൂടി കിട്ടിയിരിക്കുന്ന വലിയ തിരിച്ചടിയാണ്. അതായത് സ്വന്തം കൂടെ നിന്നപ്പോൾ ഒരു തരത്തിലും പരിഗണിക്കാത്ത അദ്ദേഹത്തിൻ്റെ കഴിവുകളെ വിലവെക്കാത്ത ഒരു പാർട്ടി മറുഭാഗത്ത് പോയി അവിടെ ഒരു തൃക്കരിപ്പൂർ എന്ന് പറയുന്ന ഏറ്റവും ദുർഘടം പിടിച്ച സ്ഥലത്ത് കൊണ്ട് ചെന്നാക്കിയപ്പോൾ അദ്ദേഹത്തെ പരിഹസിച്ച് അദ്ദേഹത്തിൻ്റെ കഴിവുകളെ ഒന്നും വില വെക്കാതെ അദ്ദേഹം ഒന്നിനും കൊള്ളില്ല, അദ്ദേഹം ജയിക്കില്ല എന്നൊക്കെ പറഞ്ഞവർക്കുള്ള തിരിച്ചടിയാണ്. തൃക്കരിപ്പൂരിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെയും കൂടി കഴിവിൻ്റെ തെളിവാണത്. അദ്ദേഹം ശക്തനായ ജനങ്ങളുടെ ബന്ധമുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാവാണെന്ന് അദ്ദേഹത്തിന് ഒരു പാർട്ടിയിൽ ചേർന്ന് അവിടെ എങ്ങനെ മുന്നോട്ട് നയിക്കാമെന്നും കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ BJP-യിൽ നിൽക്കുമ്പോൾ എനിക്ക് മൂലക്കേണ്ടി ഇരുന്നാൽ മതിയായിരുന്നു. കോൺഗ്രസ്സിൽ വന്നതിന് ശരിക്കും ഒരു മിനിറ്റ് പോലും സമയം കിട്ടാറില്ല. കാരണം എന്നെ എല്ലാ സ്ഥലത്തും പ്രസംഗിക്കാൻ വിളിക്കും, എല്ലാ സ്ഥലത്തും പ്രസംഗിക്കാൻ പോകണം, അതേപോലെ പബ്ലിക് ഒപ്പീനിയൻ ഇതിലെ ചാനൽ ചർച്ചകളിൽ പോകണം, എനിക്കൊരു മിനിറ്റ് പോലും ഒഴിവില്ല എന്ന് അദ്ദേഹം എന്നോട് പറയുന്നത്. പിന്നെ അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു, വർഗീയത പറഞ്ഞ് ഞാൻ മടുത്തുപോയി. അതാണ് പറഞ്ഞത്, മതേതര അത് ചളിക്കുണ്ടിൽ വർഗീയതയുടെ ചളിക്കുണ്ടിൽ കിടക്കുന്ന എനിക്ക് ശ്വാസം മുട്ടലായിരുന്നു. ഇപ്പോൾ എനിക്ക് മതേതരത്തിന്റെ കാറ്റ് എനിക്കിൻ്റെ വരികയും എനിക്ക് ഊർജ്ജസ്വലനായി മാറി എന്നുള്ളതാണ്. എനിക്ക് ജനങ്ങളെ കാണാം, എല്ലാ പാർട്ടിയിലും എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും പെട്ട ആൾക്കാരായിട്ട് മനുഷ്യരെ എനിക്ക് കാണാൻ പറ്റുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും. എന്തായാലും സന്ദീപ് വാര്യരെ നിരന്തരം കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് മതേതരത്വത്തിന് വലിയ ശക്തിയുണ്ട്. ആ ശക്തി ജനകീയ സമരത്തിന്റെ ശക്തിയാണ്. അതാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ കുറേയധികം ഹീറോകളിലെ യഥാർത്ഥ ഹീറോ എന്ന് പറയുന്നത് സന്ദീപ് വാര്യരാണ്. കാരണം അദ്ദേഹം പോയി മത്സരിച്ചത് പൊന്നാപുരം കോട്ടയിലാണ്. CPM-ന്റെ എക്കാലത്തെയും 60 വർഷം എന്ന് പറഞ്ഞാൽ എന്നാണ് നമുക്ക് ഇലക്ഷൻ തുടങ്ങിയത്? അന്ന് മുതൽ എന്ന് പറയാൻ തുടങ്ങും. അതായത് ഇന്നിപ്പോൾ 2026 എന്ന് പറയുമ്പോൾ 1966 മുതൽ 2026 വരെ എന്ന് പറയുന്ന 60 വർഷമാണ്. ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് CPM മാത്രം ജയിച്ചിട്ടുള്ള ഒരേ ഒരു മണ്ഡലമാണ് തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞാൽ അത്രയും ശക്തമാണ് അവരുടെ കേന്ദ്രം എന്ന് പറയുന്നത്.
അത് പൊട്ടിത്തകർന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. ഇനി CPM അല്ല തന്നെ കണ്ണൂർ തകർന്നു. കാരണം പയ്യന്നൂർ തകർന്നു, തളിപ്പറമ്പ് തകർന്നു, പിണറായി കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അവർ ജയിച്ച സ്ഥലത്തൊക്കെ കുറഞ്ഞ വോട്ടിനാണ് ആകപ്പാടെ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിൽ കണ്ണൂർ അവരുടെ കുത്തക കഴിഞ്ഞു. സാധാരണ കണ്ണൂരിൽ നിന്ന് 6-7 സീറ്റ് അവർക്ക് ഉറപ്പായിരുന്നു. പ്രാവശ്യം എത്ര 7 സീറ്റ് UDFനാണ് അവിടെ. കാരണം 2 സീറ്റ് പയ്യന്നൂർ, തളിപ്പറമ്പ്, പിന്നെ അഴീക്കോടിനൊക്കെ 1000-ൽ താഴെയാണ് ലീഡ് ചെയ്യുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും 2 സീറ്റ് തന്നെ ആകുമ്പോൾ അവർക്ക് എത്ര സീറ്റ്, 6 സീറ്റ് 7 സീറ്റിലേക്ക് കയറിയില്ലേ ഇപ്പം. അപ്പം എന്തായാലും 6 സീറ്റ് അവർക്ക് ഇപ്പം ഉണ്ട് 11 സീറ്റിൽ. അത് വലിയൊരു തിരിച്ചടിയല്ലേ അവരെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രത്തിൽ. അതോടുകൂടിയിട്ട് എല്ലാ മേഖലയും എങ്ങനെയായിരിക്കും, അത് കൃത്യമായി കേരളത്തിൽ ആ കാറ്റ് അഞ്ഞടിച്ചു. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ശക്തിയായ 3 കേന്ദ്രങ്ങൾ തകർന്ന് അടിഞ്ഞു എന്നുള്ളതാണ്. തൃക്കരിപ്പൂരും പയ്യന്നൂരും തളിപ്പറമ്പും കണക്റ്റഡ് ഏരിയ ആണ്. 3 അടുത്തടുത്ത് കിടക്കുന്ന മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങളുടെ പരാജയം ഇതിപ്പം ഇവിടെ വെച്ച് ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ. ഇനി വരാൻ പോകുന്ന ഭീകരമായ സ്ഥിതിയായിരിക്കും മാർക്സിസ്റ്റ് പാർട്ടിയിൽ. അത് തുടങ്ങി വെച്ചത് ഇവർ 3 പേരാണ് എന്ന് പറയാൻ പറ്റും. 2 പേര് മാർക്സിസ്റ്റ് പാർട്ടിയുള്ള ആൾ, ഒരാൾ BJP നിന്ന് കോൺഗ്രസിലേക്ക് കയറി. അദ്ദേഹമാണ് ഇപ്പോൾ അതിന് ഏറ്റവും ശക്തമായ രൂപത്തിൽ അവിടെ തിരിച്ചടി കൊടുക്കാൻ പോകുന്നത്.